ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റി പ്ലാൻസ്. ഒരുപാട് നാളായിട്ട് ഞാൻ സെയിൽ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ. കാരണം ഇവിടെ എനിക്ക് ഗ്രീൻ നെറ്റിൻ്റെ വർക്കൊക്കെ നടക്കുമായിരുന്നു. അതുപോലെ ചെടികൾ വെക്കാനായിട്ട് കുറച്ച് സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഓഫർ, ന്യൂ ഇയർ ഓഫർ ഒന്നും പ്ലാൻസ് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ മുറ്റത്തൊക്കെ ഇപ്പോൾ ചെടികളൊക്കെ ആകെ പരന്ന് നിറഞ്ഞു കിടക്കുകയാണ് കേട്ടോ. നടക്കാനൊന്നും പറ്റാത്ത അവസ്ഥയിലാണ്, ആകെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഉള്ള ചെടികളൊക്കെ ഒന്ന് ആദ്യം തന്നെ സെയിൽ ചെയ്തിട്ട് പുതിയ വർഷത്തിലേക്ക് പുതിയ പ്ലാൻസൊക്കെ ഇറക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ തന്നെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത തൈകളാണ്, സാധാരണ നോർമൽ ചെടികളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വില കുറച്ച് ഈ ചെടികളെല്ലാം വാങ്ങിക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൽ ഒന്നാമത്തെ പ്ലാന്റ് ഇതാണ്. ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പിങ്ക് കളറുള്ള ഒരു പ്ലാന്റാണ്. ഇത് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല പെട്ടെന്ന് വേര് പിടിച്ച് കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഈ ഫുൾ പോട്ടാണ് ഇപ്പോൾ സെയിലിനുള്ളത്. ഇത്രയും സൈസുള്ള പ്ലാന്റാണ്. രണ്ടാമത്തേത് നല്ല വയലറ്റ് കളറുള്ള വെൽവെറ്റ് ടെക്സ്ചറുള്ള ലീഫുള്ള വെൽവെറ്റ് പ്ലാന്റ്. ഇത് നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. കുറച്ചൊരു വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ വെക്കുക. ഈ സൈസിലുള്ള പ്ലാന്റാണ് കേട്ടോ ഉള്ളത്. അടുത്തത് പെപ്പറോമിയയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ബ്രോംലിയാഡിൻ്റെ വൈറ്റാണിത്. ഇത് കുറച്ച് മുമ്പ് ഞാൻ സെയിൽ വീഡിയോ ഇട്ടിരുന്നു. അടുത്തത് സ്നേക്ക് പ്ലാന്റ് ആണ്. സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയായ ബണ്ണിയർ എന്ന വെറൈറ്റിയാണിത്. ഇത് നമ്മുടെ നിയോൺ പോത്തോസിൻ്റെ ചെറിയ തൈയാണ്. അടുത്ത ഡ്രസ്സീനയുടെ ഒരു ലെമൺ കളറുള്ള വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് കേട്ടോ. അതുപോലെ ഇത് നമ്മൾ ഡ്രസ്സീനയുടെ തന്നെ നോർമൽ വെറൈറ്റിയാണ്. സിങ്കോണിയത്തിൻ്റെ ഒരു വെറൈറ്റിയാണിത്. സിങ്കോണിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റിയായ മിൽക്ക് കോൺഫെറ്റി. ഫിലോണ്ടൻ വെറൈറ്റിയാണിത്. സിങ്കോണിയത്തിൻ്റെ വേറൊരു വെറൈറ്റിയാണ്. നല്ല കോപ്പർ കളറായിട്ടുള്ള സിങ്കോണിയം ബത്തീക്ക് എന്ന വെറൈറ്റിയാണിത്. ഇതൊരു ഫിലോഡ്രൻ വെറൈറ്റിയാണ്. നല്ല സ്റ്റിക്കൊക്കെ വെച്ച് പടർത്തി വിടാൻ പറ്റുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഫുൾ പോട്ടാണ്. ഷിമാട്ടഗ്ലോട്ടിസ് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണിത്. ഇത് ഫുൾ പോട്ടാണ്. 200 രൂപ. സിംഗിൾ ഷൂട്ട്സും അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് അഗ്ലോണിമയുടെ ഒരു വെറൈറ്റിയാണ്. ഒരു പഴയ വെറൈറ്റിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നല്ല സൈസുള്ള വലിയ പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. ബിഗോണിയുടെ 2 വെറൈറ്റീസാണ്. ഇത് കുറച്ച് വലിയ ലീഫാവുന്നതും ഇത് കുറച്ച് ചെറിയ ലീഫും. ഈ 2 വെറൈറ്റിയുടെയാണ് കോംബോ ആയിട്ടാണ് കേട്ടോ. അടുത്ത അഗ്ലോണിമയുടെ ഒരു ഗ്രീൻ വെറൈറ്റിയായ ഇത്ര സൈസുള്ള തൈയാണ്. 2 തൈകളാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ സിംഗിൾ ഷൂട്ട്സിനാണ് 100 രൂപ വരുന്നത്. അടുത്ത ഫിലോഡൻഡ്രൻ മെക്സിക്കാനം എന്ന വെറൈറ്റിയാണ്. ഇത് നമുക്ക് സ്റ്റിക്ക് വെച്ച് പടർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചട്ടിയിൽ നിർത്തും ചെയ്യാം കേട്ടോ. അടുത്ത നമ്മൾ മോൺസ്റ്റർ വെറൈറ്റിയായ ബ്രോക്കൺ ഹെഡ് എന്ന വെറൈറ്റിയാണ്. ഇത് പിങ്ക് ലിപ്സ്റ്റിക് എന്ന പ്ലാന്റാണ്. ഇതിൽ 2 തൈകളാണുള്ളത്. അപ്പോൾ സിംഗിൾ ഷൂട്ടിന് 100 രൂപ. റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ അതേ പ്ലാന്റ് തന്നെ പിങ്ക് ആണ് കേട്ടോ ഉള്ളത്. എപ്പിഷ്യ 3 വെറൈറ്റിയാണുള്ളത്. ഈ 3 വെറൈറ്റി കോംബോ ആയിട്ടാണ് കേട്ടോ. അതുപോലെ ഷിമാറ്റോഗ്ലോട്ടിസ് പ്ലാന്റിൻ്റെ വെള്ളിച്ചി എന്ന വെറൈറ്റിയും വേറെ 2 വെറൈറ്റീസും കൂടെ കോംബോ ആയിട്ടാണ് കേട്ടോ. 3 പ്ലാന്റ്സ് ആണ്. ഈ പ്ലാന്റിൻ്റെ കെയറിങ്ങും പ്രൊപ്പഗേഷനും എല്ലാം ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അത് പോയിട്ട് കാണാം കേട്ടോ. അടുത്തത് അലോക്കേഷ്യ വെറൈറ്റിയായ അലോക്കേഷ്യ കുക്കുലാറ്റ എന്ന പ്ലാന്റാണ്. അടുത്തത് കലേഡിയം വെറൈറ്റിയാണ്.
ഇത് നമ്മുടെ സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകളാണ് കേട്ടോ. നമുക്ക് സീസി പ്ലാന്റിൻ്റെ കുറച്ച് സൈസുള്ള വലിയ സൈസുള്ള 2 തൈകൾ ഇതാ ഈ പോട്ടിലിരിക്കുന്നത് 2 വലിയ സൈസുള്ള തൈകളാണ് കേട്ടോ. ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിന് 120 രൂപയാണ് കേട്ടോ. അടുത്ത ബിഗോണിയയുടെ ഒരു വെറൈറ്റിയാണ്. ചെറിയ ലീഫായിട്ട് അതിൽ കുറച്ച് ഡോട്ട്സൊക്കെ വന്നിട്ടുള്ള ഒരു ബിഗോണിയ പ്ലാന്റാണിത്. ഈ റെഡ് ഫ്ലവർ വരുന്ന ബിഗോണിയയുടെ തൈകളുണ്ട് കേട്ടോ. അതും 40 റുപ്പീസ് തന്നെയാണ് വരുന്നത്. അടുത്തത് നമ്മുടെ ആർമി കലേഡിയാണ്. ഇത് നല്ല സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ. ഇത് വേറൊരു കലേഡിയം, നല്ല റെഡ് ഒരു പിങ്ക് കളറായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. ഈ ആർമി കലേഡിയും കുക്കുലാറ്റ അലൊക്കേഷ്യയും ഈ പിങ്ക് കലേഡിയം കോംബോ ആയിട്ട് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. 2 ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ തൈകൾ കൂടിയുണ്ട്. ഒന്ന് ഇതാ ബ്രൈഡൽ ബൊക്കെ. ഇത്ര സൈസുള്ള തൈകളാണ് കേട്ടോ. ഫ്ലവറൊക്കെ വരാറായിട്ടുള്ള തൈകളായിരിക്കും ഉണ്ടായിരിക്കുക. ഇതുപോലെ പോട്ടിൽ വെച്ച് നല്ല കമ്പിയൊക്കെ വെച്ചെടുത്താൽ നല്ല പടർന്ന് പിടിച്ച് വളരും. അടുത്ത് ബ്ലീഡിങ് ഹാർട്ടിൻ്റെയും ചെറിയ സൈസിലുള്ള തൈകളുണ്ട് കേട്ടോ. അടുത്ത് മോൺസ്ട്ര ഡെലിഷ്യസിൻ്റെ മദർ പ്ലാന്റ് ആണ് ഇതിൻ്റെ പുറകിൽ കാണുന്നത്. ഇപ്പോൾ ഈ ജിഫിയിലുള്ള സൈസ് തൈകൾ 180 രൂപയാണ് കേട്ടോ. അടുത്ത് സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് കുറച്ച് വലിയ സൈസുള്ള തൈകളാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് വെയിറ്റ് ഉണ്ടാവും, കൊറിയർ അയക്കുമ്പോൾ കുറച്ച് വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിന്ന് സിംഗിൾ ഷൂട്ട്സ് ആയിരിക്കും അയക്കുന്നത്. അപ്പോൾ ഇത്രയും പ്ലാന്റ്സാണ് ഇപ്പോൾ സെയിലിനായിട്ടുള്ളത്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. അതുപോലെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് അയച്ചാലും മതി. ചില പ്ലാന്റ്സൊക്കെ സിംഗിളായിട്ട് ഓരോ പ്ലാന്റ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ, ചിലതൊക്കെ ഒരുപാട് ഉണ്ട്. അതുപോലെ കോംബോ സെറ്റ്സൊക്കെ ചിലത് ഓരോ സെറ്റ്സൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മെസ്സേജ് ചെയ്യുന്നവർക്ക് ആദ്യം തന്നെ അയച്ചു തരാൻ പറ്റും. DTTCയോ പ്രൊഫഷണലോ പോസ്റ്റ് ഓഫീസോ ഏത് കൊറിയർ വേണമെങ്കിലും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറന്നു വരുത് കേട്ടോ. അപ്പോൾ ഇനി പുതിയ വിശേഷങ്ങളും പുതിയ പ്ലാൻസുമായി അടുത്ത വർഷം അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.